തൃശൂരിലെ ശബ്ദരേഖാ വിവാദത്തിൽ AC മൊയ്തീനും MK കണ്ണനും പ്രതിരോധം തീർക്കുകയാണ് CPIM. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പൊതുജീവിതത്തിൽ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ തുറന്നടിച്ചു. ഫോൺ സംഭാഷണത്തിൽ പ്രതിരോധത്തിലായ ശരത് പ്രസാദിനെ പൂർണ്ണമായും കൈയൊഴിയാതെയായിരുന്നു DYFI സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം വന്നത്. ജില്ലാ നേതൃത്വം കവർച്ചക്കാരാണെങ്കിൽ സംസ്ഥാന നേതൃത്വം കൊള്ളക്കാരാണെന്ന് തെളിയിക്കുന്നതാണ് സംഭാഷണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം വിവാദമായെങ്കിലും AC മൊയ്തീനും MK കണ്ണനും ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് CPIM. ഇരുവർക്കുമെതിരായ ആരോപണത്തിൽ കഴമ്പില്ല. തെറ്റിദ്ധാരണ പടർത്തി നേതാക്കളെ തകർക്കാമെന്ന് കരുതേണ്ടെന്നും AC മൊയ്തീനും MK കണ്ണനും ജനങ്ങളുടെ അംഗീകാരമുണ്ടെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അവരുടെ പേരിൽ തെറ്റിദ്ധാരണ പടർത്തി അവരെ തകർക്കാൻ കഴിയുമെന്നുള്ളത് ആരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവാനിടയില്ല. അതുകൊണ്ട് CPM-ന്റെ ഏതൊരു നേതാവും കേഡറും ചില തത്വങ്ങൾ പരിശുദ്ധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളിൽ രണ്ടുപേരാണ് AC മൊയ്തീനും കണ്ണനും. പുറത്തുവന്ന ശബ്ദരേഖയിലെ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് AC മൊയ്തീൻ. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശബ്ദരേഖയിൽ വന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ശബ്ദരേഖയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്നലെ നിങ്ങൾ ചാനലുകളൊന്നും ചർച്ച ചെയ്തത്. അത് സ്വയം നിങ്ങൾ പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിരോധത്തിലായ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെ പൂർണ്ണമായും തള്ളാത്ത നിലപാടാണ് സംഘടനാ നേതൃത്വം സ്വീകരിച്ചത്. എൻ്റെ നേതാക്കന്മാരെ എനിക്ക് സംശയമില്ല എന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ കക്ഷി പറഞ്ഞത് തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്നാണ്. ഏതായാലും ശരത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റേതല്ല, അതിൽ കുറേ ക്രമക്കേടുകൾ ആ വോയിസിൽ ഉള്ള കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് ശരത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസും CPIM-ഉം വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ജില്ലാ നേതൃത്വം കവർച്ചക്കാരെങ്കിൽ സംസ്ഥാന നേതൃത്വം കൊള്ളക്കാരാണെന്ന് തെളിയിക്കുന്നതാണ് ഫോൺ സംഭാഷണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊള്ളക്കാരുടെ കവർച്ച സംഘമായി CPM നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, DYFI ജില്ലാ സെക്രട്ടറിയാണ്. DYFI നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. CPIM അഴിമതിക്കാരുടെ കയ്യിലാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഫോൺ സംഭാഷണത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ശരത് പ്രസാദിന് CPIM ജില്ലാ നേതൃത്വം നോട്ടീസ് നൽകി. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും. സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചായിരിക്കും അന്തിമ തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.